ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രം കോയമ്പത്തൂർ. ഗൈസ്, അങ്ങനെ നമ്മളിതാ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റണ്ട് പ്രാക്ടീസിന് പോകാൻ വേണ്ടി. ഇപ്പോൾ 9 മണിക്ക് പ്രാക്ടീസ് ആണെങ്കിൽ 8 മണിക്ക് ഫുഡ് കഴിക്കണം എന്നാണ്. ഇപ്പോൾ സമയം ഓൾറെഡി 8 മണിയായി. ഇനി പോയി ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്ക് തന്നെ നമ്മൾ സ്റ്റണ്ട് പ്രാക്ടീസിന് പോകേണ്ട സമയമാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മൃതി നമ്മളെ കൂടിയുണ്ട്. പിന്നെ ബാക്കിലാണ് ഷിറു മാച്ചും ഉള്ളത്. അപ്പോൾ നമ്മൾ താമസിച്ചത് കുറുമ്പിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് 1 കിലോമീറ്റർ നടന്നിട്ട് വേണം ടൗണിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ ബൈക്ക് ഏതായാലും താല്പര്യം എടുക്കേണ്ട നടന്ന് പോകാൻ ഇന്നലെ എന്നെ ചെയ്തതിന് ശേഷം ഉണ്ടല്ല ശരീരം ഭയങ്കര വേദനയാണ്. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു ഡോളൊക്കെ കഴിച്ചത്, പക്ഷേ ഏറ്റിട്ടില്ല. ഇപ്പോൾ ശരീരം വേദനയുണ്ട്. ഇപ്പം വേണം ഒന്നും കൂടി കഴിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒന്നിനും ക്ഷമയില്ല. ഞാൻ വാങ്ങിച്ചത് ഇത് പൊങ്കലാണ്. ഷിറു കുഞ്ഞ് 2 വട വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാച്ചു സ്മൃതിയും ഇത് റോസ്റ്റ്, നെയ് റോസ്റ്റ്. അങ്ങനെ നമ്മളെ 3ാമത്തെ ദിവസം ഇതാ നമ്മളെ ഷിറു രാവിലെ തന്നെ ബഞ്ചിക്കോടൽ വേലിച്ച് കെട്ടുകയാണ്. അതാണ് കെട്ടിയിട്ടൊന്നും ശരിയാകുന്നില്ല. എന്താ ചെയ്യാ, ഇപ്പൊ എനിക്ക് നല്ല സുഖമാണ്. അല്ലെങ്കിൽ ഞാനില്ല ഇതിൽ വലിച്ചു കെട്ടത്. വെല്ല ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഇതിൽ കെട്ടി ശീലം വേണ്ടേ. ഷിറു ശരിക്കും കെട്ട്, കൃത്യമായിട്ട് കെട്ടേട്ടാ. ചെരിഞ്ഞു പോലെ എന്താ പറയുന്നത്, വായിലിരിക്കുന്നത് കേൾക്കണ്ടതാ. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ, എവറസ്റ്റ് ഗ്രാൻഡ് എന്ന പേര്. ഇവിടെ ഇതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം പിന്നെ നമ്മളെ ഫാമിലി കോട്ടേജസ് ആണ്. ഇല്ല, അവരെത്തിയിട്ടില്ല. നമ്മുടെ ഗ്യാങ് ഒക്കെ ഇവിടെ റെഡിയാണ്. ദിവസത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇന്ന് ഞാനും സ്മൃതിയും ഫുൾ റെസ്റ്റ്. അതല്ല സ്മൃതി, നമ്മൾ ഈ വെയിലൊതുക്കപ്പെട്ടില്ല, നമ്മൾ തലകറക്കുന്ന പോലെ അല്ല. അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം പിടിച്ചിട്ട് ഇതെല്ലാം കുറച്ച് വെളുത്തതായതുകൊണ്ട് കറക്കട്ടെ വിചാരിച്ചിട്ട്. എന്തായാലും വേണ്ട, വെളുത്ത വേണ്ട, ഇതെല്ലാം നമുക്ക് അസൂയ അല്ലേ. ഇന്നലെ മുതൽ തുടങ്ങിയ അസൂയ. ഇതെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് കറുത്താൽ മതി വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് വിജയിച്ചിരിക്കുന്നു. നല്ല സെറ്റ്. ഇനിയിപ്പോൾ നമ്മളൊരു പിന്നെ 3 മണിയെല്ലാം കഴിയുമ്പോൾ എല്ലാം ഇറങ്ങുമല്ലേ. എല്ലാവരും സ്മൃതിയും നമ്മൾ കുറച്ചൊക്കെ ചെയ്തു. പിന്നെ മാക്സിമം ഇവരെ തന്നെ ചെയ്തത്. പിന്നെ ചെറിയ പിള്ളേരല്ലേ, ഇവരെല്ലാം പഠിക്കട്ടെ വിചാരിച്ചു നമ്മളങ്ങ് വിട്ടുകൊടുത്തു. അത്രേ ഉള്ളൂ അല്ലേ സ്മൃതി. നമ്മൾ നല്ല മനസ്സുകൊണ്ട് ഇവർ പഠിച്ചു, അത്ര തന്നെ. ഇന്ന് എന്നെ ഇവിടെ പ്രാക്ടീസിനാക്കിയിട്ടുണ്ടല്ല. ഷിറു മാജിയും വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇപ്പാ വരുന്നത്. സമയം ഇപ്പം 3 മണിയായി. 1:30 കയറി വരുന്നത്. എവിടേക്കാണ് ഷിറു പോയത് പറഞ്ഞത്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാന്നാ പറഞ്ഞത് നേരത്തെ തന്നെ. സയൻസ് എക്സ്പെരിമെന്റൽ മ്യൂസിയം, GD കാർ മ്യൂസിയം. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ലാസിക് കാർ കളക്ഷൻസ് ഉള്ളത് ഇവിടെയാണ്. മോർ ദാൻ 100 മോഡൽസ് ഓഫ് വിൻറ്റേജ് കാർ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് കൂടാതെ ഒരു സയൻസ് മ്യൂസിയവും പിന്നെ ഒരു സയൻസ് എക്സ്പെരിമെന്റൽ മ്യൂസിയം കൂടിയുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂർ അവിനാഷ് റോഡിലാണ്. അങ്ങനെ ഗൈസ്, ഇന്ന് നമ്മളെ 2 ദിവസത്തെ ട്രെയിനിങ് അങ്ങനെ കഴിഞ്ഞു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഈ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ കുറേ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അവർക്കൊക്കെ പിന്നെ ലീവ് കിട്ടുന്ന സമയം വന്ന് ജോയിൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഇന്ന് പഠിപ്പിച്ച ട്രെയിനേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ട്രെയിനർ പത്മ പ്രശാന്ത് സർ. ഫീൽഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തമിഴാണ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നത്. സാറ് പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താ അഭിപ്രായം, ഒപ്പീനിയൻ എന്താ? நான் சாட்டிஸ்ஃபைடு. அக்கா அப்புறம் மற்ற நிறைய ரைடர்ஸ் எல்லாருமே என்ன ட்ரைனிங் கொடுத்தோமோ அதை வந்து கரெக்டாக கிராஸ்பிங் பண்ணி அதை பண்ணிட்டாங்க. பட் இவங்க தான் டிசைட் பண்ணணும் நெக்ஸ்ட்டு என்ன பண்ணணும், நெக்ஸ்ட் கிளாஸஸ் எப்படி அட்டென்ட் பண்ணுறதுன்னு. பட் நான் சாட்டிஸ்ஃபைடு. അപ്പോൾ ഇന്നലെ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? എൻ്റെ இவங்க பக்கா என்ன சொல்கிறது, ஃபேமிலி கேர்ள் தான். எப்படி அவங்களை டேக்கிள் பண்ணுறதுன்னு இவங்க கிட்ட இருந்து கற்றுக்கலாம். எனக்கு பண்ண தெரியாது, என்னால் முடியாது, எனக்கு எதிர்த்து வராது அப்படின்னு சொல்லிட்டு இப்படி திரும்பினா தனியாக ஓடிட்டு இருப்பாங்க. ஏன்னா பண்ண தெரியாதுன்னு சொன்னால் திடீர்னு பண்ணிட்டு இருக்காங்க, அவ்வளோதான். மீன்ஸ் ஒன்ஸ் சொல்லி கொடுத்து அந்த டச் பண்ணுற வரைக்கும் தான் அவங்களுக்கு அந்த கஷ்டம். ஒன்ஸ் டச் ஆயிடுச்சுன்னா அதை அப்படியே கிராஸ்பிங் பண்ணிட்டு போயிட்டு இருக்காங்க. பட் ஆனால் நீங்கள்
நீங்கள் தான் அது நீங்கள் மனசை வச்சிங்கன்னா கண்டிப்பாக அது பண்ணிடலாம். അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പിന്നെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ CRFിൻ്റെ നമ്മുടെ ഫായ്സിൻ്റെ നമ്പർ തരാം. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവരും റൈഡ് ചെയ്യുന്നവർ ഒന്ന് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ റോഡിൽ എങ്ങനെയാണ് ഓടിക്കുന്നത്, നമ്മൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള ഒരു ബേസിക് കാര്യമല്ല കറക്റ്റായിട്ടുള്ളത് സാറ് പറഞ്ഞു തരുന്നതാണ്. ഒരു മെസ്സേജും കൂടി യൂത്തിനോടുള്ള ഒരു മെസ്സേജും കൂടി കൊടുക്കണം. നമുക്കൊരു റോഡിലൊക്കെ ഇത് ചെയ്യുന്നവർക്കുള്ള ഒരു മെസ്സേജ് അത് നല്ലതാണ്. அது வந்து ஒரு ஜென்ரல் காமன் சென்ஸ் தான். இப்போ நம்ம ஹெல்மெட் போடணுங்கிறது எப்படி காமன் சென்ஸோ, ரோட்டில் இந்த வந்து பப்ளிக் நியூசன்ஸ் பண்ணக்கூடாதுங்கிறது காமன் சென்ஸ் தான். அது வந்து நம்ம ஸ்டண்ட்டு மட்டும் தான் பண்ணுறது, அதனால ஸ்டண்ட் ரைடர்ஸ் மட்டும் தான் சொல்ல வரல. இப்போ ஸ்டண்ட் பண்ணுறங்காட்டியும் அது வந்து வேர்டு தான் ஸ்டண்ட்டு. பட் ரோட்டில் வந்து ரேஸ் பண்ணுறது, ஃபாஸ்ட்டாக போகிறது, கட் எடுத்துகிட்டு போகிறது, ஃபேமிலி மெம்பர்ஸ்க்கு முன்னாடி எல்லாமே இந்த மாதிரி பப்ளிக் நியூசன்ஸில் தான் அது வந்து வரும். ஸோ அதை வந்து நம்ம அவாய்ட் பண்ணணும். ஏன்னா பப்ளிக் ரோடு வந்து அது வந்து நம்ம டிரான்ஸ்போர்ட் பண்ணிக்கிறதுக்கு நம்ம போடுறதுக்கு தான் அது அந்த இது. இந்த மாதிரி இடம் இதுக்குன்னு அந்த ஸ்பெசிஃபிக்கான இடம் இருக்குது. ரேசிங்க்கு ரேஸ் ட்ராக் இருக்குது. இங்கே நம்ம கீழே விழுக மாட்டோம். மீன்ஸ் ஏன்னா ப்ரொஃபஷனல் ட்ரெயினர்ஸ் கிட்ட இருந்து தான் நீங்கள் ஒரு சில அந்த டிப்ஸ் அண்ட் ட்ரிக்ஸ் தெரிஞ்சுக்கிட்டு பண்ணணும். ஸோ அப்போ இந்த மாதிரி சேஃப்டி கியர்ஸ், ஹெல்மெட்டு, நீ கார்டு இதெல்லாம் இல்லாமல் இங்கே அலௌடும் கிடையாது. ஸோ அதெல்லாம் பண்ணும்போது நம்மளுக்கான அடிப்பட வேண்டிய பாசிபிலிட்டிஸ் நிறையவே கம்மியாயிடும். ரோடுங்கிறது அப்படி கிடையாது. ஸோ அதனால் தயவு செஞ்சு ரோட்லேயோ இல்லை வேறு எங்கேயுமே இந்த மாதிரி ட்ரிக்ஸோ இல்லை இந்த மாதிரி ஸ்டண்ட்ஸ் எதுவுமே காமிக்க வேண்டாம். ഓക്കെ സാർ, താങ്ക് യു. தேங்க்யூ சார். ഇതാണ് നമ്മുടെ ജൂനിയർ ട്രെയിനേഴ്സ്. എനിക്ക് പേരൊന്നല്ല, ഞാൻ ഇന്നലെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങളുടെ പേര്? பிரவீன் யாதவ். சிவனேஷ் ஹக்கீம். അങ്ങനെ ഗായ്സ് നമ്മളിതാ യാത്ര പുറപ്പെടുകയാണ്. ഇത് നമ്മളെ കൂടെ അവിടെ ഉണ്ടായ പട്ടിയാണ്. നല്ല അനുസരണയുള്ള പട്ടിയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് പൊള്ളാച്ചിയിലേക്കാണ്. അപ്പോൾ പൊള്ളാച്ചിയിൽ പോയിട്ട് വാൾപ്പാറ വഴി അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പൊള്ളാച്ചിയാണ് ഹാൾട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10-70 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ക്യാമറ ഊരി വെക്കാനുള്ള എല്ലാ പരിപാടി ആയിട്ടുണ്ട്. മഴക്കാറ് നോക്കിയാട്ടെ. ഇനിയപ്പോൾ ഇനി ഇവിടെ ഇപ്പം തന്നെ സൈഡാക്കിയിട്ട് ക്യാമറ ഊരി വെക്കണം. മഴ പെയ്യാൻ തുടങ്ങി. ക്യാമറ എടുത്ത് വെക്കുമ്പോഴേക്ക് തുടങ്ങും മഴ പെയ്യാൻ വേണ്ടി. എന്താ ചെയ്യാം. ഓക്കെ, ഏതായാലും ഞാൻ സൈഡാക്കിയിട്ട് ക്യാമറ ഊരി വെക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ നാട്ടിൽ ഉമ്മാനെ വിളിച്ചാലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴയില്ല, നിങ്ങൾക്ക് അവിടെ നല്ലോണം മഴ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഏതായാലും ഞാനിവിടെ സൈഡാക്കിയിട്ട് നമ്മൾ ക്യാമറ ഊരി വെക്കട്ടെ.